നമസ്കാരം. ഇന്ന് അധ്യാപക ദിനം. ഇന്ന് നമ്മോടൊപ്പമുള്ള നമ്മുടെ പ്രധാനപ്പെട്ട അതിഥി, ഏറ്റവും അനുയോജ്യമായ ഒരു അതിഥി തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സംസ്ഥാന ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ഡോക്ടർ PK അബ്ദുൽ ഹമീദ് മാസ്റ്റർ കാരശ്ശേരി അവർകളാണ് ഇന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അതിഥി. അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. മാഷെ, സംസ്ഥാന ദേശീയ അധ്യാപക അവാർഡുകളൊക്കെ ലഭിച്ചു. നിരവധി മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് അങ്ങയുടെ ഒരു പ്രവർത്തന മേഖല. ഈ അധ്യാപക അവാർഡുകളിലേക്ക് അങ്ങയെ എത്തിച്ച ചില ഘടകങ്ങൾ ഞങ്ങൾക്ക് കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് സാർ. നമ്മൾ സത്യത്തില് അധ്യാപക അവാർഡ് ലഭിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളല്ല. ഞാൻ എൻ്റെ അധ്യാപന ജീവിതത്തിൽ മാക്സിമം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പോൾ റിട്ടയർമെന്റ് കാലശേഷവും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ പഠിക്കാനുള്ള ശ്രമമാണ്. അധ്യാപന രംഗത്ത് ഞാൻ കടന്നു വന്നപ്പോൾ എനിക്ക് വൈത്തിരിവായത് 1979 സർവീസ് കയറിയെങ്കിലും എൻ്റെ ഗുരുനാഥൻ, ഞാൻ കൊടിയത്തൂർ ആണ് പഠിച്ചത്. എൻ്റെ ഗുരുനാഥന്മാർ ഡോക്ടർ അബ്ദുൽ ഗഫൂർ, PB അബ്ദുൽ മാഷ് പോലെയുള്ള ആൾക്കാരാണ്. 1985 തൊട്ട് ഞാൻ ഗവൺമെന്റ് സർവീസിലേക്ക് വന്നതോടുകൂടി എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഒരു വൈത്തിരിവാണ്. അന്ന് തൊട്ടാണ് SCERT പ്രവർത്തന മേഖല എനിക്ക് തുറന്നു കിട്ടുന്നത്. ഡോക്ടർ അബ്ദുൽ ഗഫൂറിന്റെ മാഷുടെ ഒരു കൈത്താങ്ങാണ് അതിലുണ്ടായത്. അങ്ങനെ ഒരുപാട് ഞങ്ങൾ ആളുകൾ, മൊയ്തീൻകുട്ടി മാഷ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ, ആ രംഗത്ത് ഉള്ള ഒരുപാട് പ്രൊഫസർമാർ, ഗൗസ് മുഹ്യദ്ദീൻ സാഹിബ്, ഗഫർ സാഹിബ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപഴകാനും ഉറുദു മേഖലയിൽ സേവനം ചെയ്യാനുള്ള അവസരം കിട്ടുകയാണ്. ഉറുദു ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ കമ്മിറ്റി, അതുപോലെ തന്നെ ഈ ട്രെയിനിങ് മേഖലയിൽ അധ്യാപകർക്ക് പരിശീലനം കൊടുക്കാനും അങ്ങനെ വിവിധങ്ങളായിട്ട് ഉറുദു മേഖലയിൽ ഇടപെടാനും അങ്ങനെ പോയാണ്. SCERT ഒരുപാട് മേഖലയിൽ പ്രവർത്തിച്ചപ്പോൾ നമുക്ക് പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണം, ആ പാഠ്യപദ്ധതി പരിഷ്കരണത്തോടു കൂടി ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങളെ, വിദ്യാഭ്യാസ രംഗത്തെ ഒരുപാട് പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷനും അവരുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഡോക്ടർ KN ആനന്ദ് പോലെയുള്ള ആളുകളെ, അവരുടെ ഭാഷാ സമീപനവും ചോംസ്കിയൻ തിയറിയും പുതിയ ഭാഷ സമീപനമൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വെളിച്ചുണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. ട്രെയിനിങ്ങിന് പോയി. അങ്ങനെ കേരളത്തിൽ പുറത്ത് ഒരുപാട് പരിപാടികൾ പങ്കെടുത്തു. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഡോക്ടർ ഗഫൂർ മാഷ് ഞങ്ങളെ പറഞ്ഞു വിട്ടു. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസിന്റെ ഒരു ട്രെയിനിങ് ആദ്യമായിട്ടാണ്. അങ്ങനെ ട്രെയിനിങ്ങിന് കേരളത്തിൽ 25 ഉറുദു അധ്യാപകർ ഒന്നിച്ച് പറഞ്ഞു വിടുക. അങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ കേരളത്തിൽ നിന്ന് NCERT വർക്ക്ഷോപ്പുകൾ ഒരുപാട് കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് എൻ്റെ പ്രസിദ്ധീകരണ രംഗത്തേക്കും ട്രെയിനിങ് രംഗത്തേക്കും ഒക്കെ, അത് റിട്ടയർമെന്റിന് ശേഷവും എനിക്ക് അന്ന് കിട്ടിയ ഒരു സപ്പോർട്ടും ഒരു അറിവുകളുമാണ് പിൽക്കാലത്തുള്ള സേവന മേഖലകളൊക്കെ ഞാൻ പോയത്. പക്ഷേ ഉറുദു അധ്യാപകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഞാൻ മറ്റു കുറെ മേഖലയിലേക്ക് പ്രവർത്തിക്കാൻ പഠനകാലത്ത് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നാച്ചുറോപ്പതി എനിക്ക് വലിയ താല്പര്യമുള്ള വിഷയമാണ്. ഡോക്ടർ കരീം മാഷാണ് എനിക്ക് അതിലേക്ക് വഴി തുറന്നു തരുന്നത്. ഞാനത് പഠിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സർട്ടിഫൈഡ് നാച്ചുറോപ്പത് എന്നൊരു ഡിഗ്രി, അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സർട്ടിഫൈഡ് അഡ്വാൻസ്ഡ് നാച്ചുറോപ്പത് അതിൻ്റെ യോഗ തെറാപ്പിസ്റ്റ്, ഈ 2 ഡിഗ്രിയും കരസ്ഥമാക്കി. അങ്ങനെ അത് പഠിക്കാൻ ശ്രമിച്ചു. പിന്നീട് യോഗ ഒരു ആചാര്യനായിട്ട് കുറെ കാലങ്ങൾ അങ്ങനെ നടന്നു. അതൊക്കെ ഈ സമയത്ത് തന്നെയാണ്. അതുപോലെ തന്നെ അപ്പം സാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ, ഉറുദു അധ്യാപകൻ എന്നുള്ള നിലക്ക് ദേശീയ അധ്യാപക അവാർഡ് നേടുന്ന ആദ്യത്തെ ആൾ എന്ന് മാത്രമല്ല, തങ്ങൾക്ക് മാത്രമേ അത് ലഭിച്ചിട്ടുള്ളൂ നിലവിൽ ഇതുവരെ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള താങ്കൾക്ക് പിന്നെ ഈ SCERT ഒക്കെ ആയിട്ടുള്ള അങ്ങയുടെ പ്രവർത്തന മേഖല എന്തൊക്കെയായിരുന്നു? SCERT നമ്മൾ എത്തുന്നതല്ല, നമ്മുടെ മേഖല, പ്രവർത്തന മേഖല തുറന്നു കിട്ടുന്നത് നമ്മൾ ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാർ അവിടെ SCERT അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നു, അതുപോലെ തന്നെ റിസർച്ച് ഓഫീസറായിരുന്നു, ഒക്കെ ആയി ജോലി ചെയ്തപ്പോൾ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് അവിടുത്തെ സേവനം ചെയ്യാൻ വേണ്ടി അവസരം തുറന്നു തരികയാണ് ചെയ്തത്. അവിടെ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിലും അതുപോലെ തന്നെ അവിടുത്തെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടും ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ SCERT മുഖേന നമുക്ക് കിട്ടുകയാണ്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് പോയി ഉറുദു അധ്യാപക ട്രെയിനിങ് കോഴ്സിൽ പങ്കെടുക്കാൻ
അതുപോലെ തന്നെ NCERT പോലെയുള്ള ഏജൻസികൾ ഇവിടെ വരുന്ന അവരുടെ വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കുക. അങ്ങനെ ഒരുപാട് നിരവധി അവസരങ്ങൾ നമുക്ക് തുറന്നു തരികയാണ്. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ അവസരം കിട്ടിയത് ഈ പുതിയ പാഠ്യപദ്ധതി, നമുക്ക് കരിക്കുലം മനസ്സിലാക്കാൻ ഏറ്റവും അവസരം കിട്ടിയത് പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണമാണ്. ഈ പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് നടന്ന എല്ലാ ശില്പശാലകളിലും പങ്കെടുക്കാൻ അവസരം കിട്ടി എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം അതുകൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. അന്നത്തെ ഈ ടെക്സ്റ്റ് ബുക്ക് വർക്ക്ഷോപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള പരിപാടികൾ. ഓരോ 5 ദിവസത്തെ അല്ലെങ്കിൽ 10 ദിവസത്തെ ട്രെയിനിങ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് അറിവുകളും വർക്ക്ഷോപ്പുകൾ അവിടെ താമസിച്ച് റെസിഡൻഷ്യൽ ആയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ പാതിര വരെയുള്ള ഒരു പരിപാടിയാണ്. ഇത്രയോ നടന്ന സമയം എടുത്തുകൊണ്ടുള്ള ഇന്നത്തെ കാലത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. ആ രീതിയിൽ സമഗ്രമായി നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്നുണ്ടോ അത്തരത്തിൽ അത് ഒരു പുതിയ പാഠ്യ പദ്ധതിയുടെ ഒരു ലോഞ്ചിങ് സമയമാണ്. ഏറ്റവും കൂടുതൽ പുതിയ പാഠ്യ പദ്ധതിയെ വിമർശിക്കപ്പെട്ട പൊതുസമൂഹം അംഗീകരിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി സെമിനാറുകളും ശില്പശാലകളും വെച്ച് പൊതുസമൂഹത്തെയും അധ്യാപകരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു സമയമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ കോറസ് ആർജിമാർ ഇതിനെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ഗ്രൂപ്പിനെ തയ്യാറാക്കുന്നത് SCERTയുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സെമിനാറുകളും പരിപാടികളും ഒക്കെ നടത്തിയതാണ് ഈ പുതിയ പാഠ്യ പദ്ധതി ഇവിടെ കേരളത്തിൽ. ആദ്യകാലത്ത് അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെയാണ് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് SCERT വഴി. അത് SCERTയിൽ മുഖേന എനിക്ക് കിട്ടിയത്. എനിക്ക് അവിടുന്ന് പ്രവർത്തിക്കുമ്പോഴാണ് എന്റെ പ്രസിദ്ധീകരണ രംഗത്തേക്കുള്ള എന്റെ അതായത് പറഞ്ഞപ്പോഴാണ് സാറ് പിന്നെ അധ്യാപകനിൽ ഉപരിയായിട്ട് കവിയാണ്, രചയിതാവാണ്, അതേപോലെ തന്നെ മറ്റു മേഖലകൾ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളൊക്കെ എന്താണ് പ്രസിദ്ധീകരണങ്ങൾ ഞാൻ സത്യത്തിൽ എനിക്ക് തുടങ്ങിയത് പ്രസിദ്ധീകരണങ്ങൾ പോലെ ആദ്യം തന്നെ ഞാനും മൊയ്തീൻകുട്ടി മാഷ്, നമ്മുടെ ആത്മസുഹൃത്തായിട്ട് മൊയ്തീൻകുട്ടി മാഷും കൂടി ഒരു കാവ്യ സമാഹാരം, ഞങ്ങളെ വിശേഷിച്ച് ചെറിയ കവിതകൾ ഇറങ്ങിയത് പ്യാരി പ്യാരി നസ്മെ എന്ന പുസ്തകമാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. പിന്നീട് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം സവദാനി സാഹിബിന്റെ എഡിറ്ററായിട്ടുള്ള ഉറുദു സാഹിത്യ മഞ്ജരി എന്ന പുസ്തകമാണ്. അതിൽ എൻ്റെ 3 ലേഖനം എൻ്റെതുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഒരു ലേഖന സമാഹാരമുള്ള ഒരു പുസ്തകമാണ്. അതിനൊരു അവസരം സവദാനി സാഹിബിന്റെ അവിടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കിട്ടി. പിന്നീട് മലയാളത്തിലേക്ക് ഞാൻ ഒരുപാട് ലേഖനങ്ങളും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മാതൃഭൂമി വീക്കിലി പോലെയുള്ള ഒരുപാട് മലയാളത്തിൽ കേരളത്തിൽ എഴുതുന്ന മലയാളത്തിൽ പുറത്തു വരുന്ന ഉറുദുവിൽ അങ്ങനെ എഴുതുമ്പോഴാണ് നമ്മുടെ ഒരു ഗുരുനാഥനായിട്ടുള്ള എപ്പോഴും ഞാൻ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ഗുരുനാഥനായിട്ടുള്ള നമ്മുടെ PP അബ്ദുറഹ്മാൻ മാഷ് കൊടിയത്തൂർ. അപ്പോൾ എന്നോട് പറയാണ് ഇങ്ങനെ ഇവിടെ ഒരു പ്രസ് വിഭാഗത്തിന്റെ ഒരു പ്രതീക്ഷ ബുക്സിന്റെ ഡയറക്ടറായിരുന്നു. അപ്പൊ ഈ പുസ്തകങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണ്, ഇങ്ങനെ കുറെ പുസ്തകങ്ങൾ എന്റെ നോട്ട്ബുക്കിൽ ഉണ്ടായി കിടന്നാൽ പോരാ എന്ന് പറഞ്ഞ് എന്നെ കൂടുതലൊന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇൻസ്പിറേഷൻ തന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് പ്രതീക്ഷ ബുക്സാണ് വിദ്യാഭ്യാസം പുതിയ ചിന്തകൾ കാഴ്ചപ്പാടുകൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്, മലയാളത്തിലെ പുസ്തകം. മറ്റത് ആദ്യമായി എൻ്റെ സ്വന്തം പുസ്തകം. അത് പിന്നീട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും SCERTയിൽ നിന്ന് കിട്ടിയ ഇൻപുട്ടാണ് കിട്ടിയത്. ഈ ഇൻപുട്ടിൽ നിന്ന് കിട്ടിയത് പ്രത്യേകിച്ച് ഡോക്ടർ KN ആനന്ദ് പോലെയുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടിയ കുട്ടികളെ കുറിച്ചുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു പുസ്തകം. അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കുട്ടിയുടെ ചൈൽഡ് സൈക്കോളജി, കുട്ടിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും മനസ്സിലാക്കാനുള്ള ഒരു പുസ്തകം. അതിൻ്റെ ഒരു ആഗ്രഹത്തിന് സബലീകരണമാണ് കുട്ടികളെ അറിഞ്ഞ് പഠനത്തിൽ സഹായിക്കാം എന്ന് DC ബുക്സ് ഇറക്കിയ പുസ്തകം. അത് കഴിഞ്ഞ് അത് ഒരുപാട് കോപ്പികൾ ഇറക്കി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമായിട്ട് ഞാൻ കാണുന്നതാണ്. ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയുണ്ട്? ഞാൻ കുട്ടികളുമായി ബന്ധപ്പെട്ട സൈക്കോളജിയും അവരുടെ മെത്തഡോളജിയും അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കുറിച്ച് മുഴുവൻ, കുട്ടിയാണല്ലോ പഠനത്തിന്റെ കേന്ദ്രബിന്ദു. അപ്പൊ കുട്ടിയെ അറിയുക, ആ കുട്ടിയെ അറിഞ്ഞാലേ ഒരു അധ്യാപകനാവാൻ പറ്റുള്ളൂ. അപ്പൊ ആ കുട്ടിയെ കുറിച്ച് മനസ്സിലാക്കുന്ന യഥാർത്ഥത്തിൽ അധ്യാപകനാണ്, രക്ഷിതാവുമാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുട്ടിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കിട്ടുന്ന, അപ്പോൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ് അത്. കുട്ടികളെ അറിഞ്ഞ് പഠനത്തിൽ സഹായിക്കാം, DC ബുക്സ് പ്രസിദ്ധീകരിച്ച ആ പുസ്തകം. അങ്ങനെ പിന്നീട് പുസ്തകങ്ങൾ രംഗത്തേക്ക് പോയി ഒരുപാട് പുസ്തകങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വരെ എഴുതിയിട്ടുണ്ട്. ഉറുദു പുസ്തകങ്ങൾ പ്രത്യേകിച്ച് SCERTയിൽ നിന്ന് എനിക്ക് കിട്ടി. റിട്ടയർമെന്റിന് ശേഷം എൻ്റെ പ്രവർത്തന മേഖല ഏറ്റവും കൂടുതൽ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യയുടെ അക്കാഡമിക് ഡയറക്ടറായിട്ട് ഞാൻ പ്രവർത്തിച്ചു. ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു 15 പുസ്തകങ്ങൾ
സ്വന്തമായിട്ട് എൻ്റെ ഒരു 2 വർഷത്തെ ഒരു പ്രവർത്തനമാണ്. അവർക്ക് വല്ല ഹാൻഡ് ബുക്ക് ഇന്ന് കശ്മീർ തൊട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ മദ്രസകളിൽ അവരുടെ പാഠപുസ്തകം അനഫി സിലബാണ്. അതിൻ്റെ ഏറ്റവും പുതിയ രീതിശാസ്ത്രത്തിൽ SCERT NCERT തയ്യാറാക്കുന്ന രീതിശാസ്ത്ര ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പുസ്തകം, അതുപോലെ തന്നെ അവർക്ക് എല്ലാവർക്കും ഹാൻഡ് ബുക്ക് ട്രെയിനിങ് ഒക്കെ ഉണ്ടാകുന്ന ഒരു പുസ്തകം ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിരിക്കാൻ കാരണം. അത് എന്നെ ചുമതലപ്പെടുത്തിയത്. അതേപോലെ തന്നെ സാറിന്റെ വേറെയും ഒരുപാട് മേഖലകളിൽ ഉണ്ടല്ലോ സാർ, മറ്റു ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയ മേഖലയൊക്കെ. എന്റെ പ്രവർത്തനം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപന ജീവിതത്തിൽ തന്നെയാണ് ഞാൻ പഠിക്കാൻ ശ്രമിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് നാച്ചുറോപ്പതി. നാച്ചുറോപ്പതി ഡോക്ടർ കരീം സാറാണ് എനിക്ക് അതിലേക്ക് ഒരു ഇൻസ്പിറേഷൻ തന്നത്. കാരണം എനിക്ക് അത് പരീക്ഷ എഴുതാൻ എനിക്ക് അതിൽ തന്നെ അല്ലെങ്കിൽ നാച്ചുറോപ്പതി ലൈഫിൽ എനിക്ക് വളരെ താല്പര്യം. പൂർണ്ണമായിട്ടും അതൊന്നും പാലിച്ചില്ലെങ്കിലും ഞാൻ ഇപ്പോഴും പാലിച്ചു വരുന്ന ജീവിതചര്യയിലെ ഏറ്റവും ഇന്നെ ആകർഷിച്ച ഒരു ജീവിത രീതിയാണത്. അത് ഞാൻ എന്നും ജീവിതകാലം മുഴുവൻ നിലനിർത്താറ്. പക്ഷെ അതിൽ പരീക്ഷ എഴുതാനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തുന്ന സർട്ടിഫൈഡ് യോഗ തെറാപ്പിസ്റ്റ്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സർട്ടിഫൈഡ് സീനിയർ നാച്ചുറോപ്പതി ലെവൽ, ഈ 2 പരീക്ഷയും പാസ്സായി. പിന്നീട് അതിനോടൊപ്പം യോഗ തെറാപ്പിസ്റ്റ് യോഗ സെന്ററുകൾ വരെ നടത്തിയിട്ടുണ്ട്. പിന്നീട് ഞാൻ സ്വന്തമായി പഠിച്ച ഒരു മേഖലയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ ഹിപ്നോസിസുമായി ബന്ധപ്പെട്ട ഹിപ്നോ തെറാപ്പിയും ഹിപ്നോസിസിനെ കുറിച്ച് പറയാൻ എനിക്ക് ആയിരം നാവുകളാണ്. കാരണം എവിടെ പോയാലും എനിക്ക് ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും മൈൻഡ് സയൻസ് മനസ്സിലാക്കാനും ഒക്കെ ഒരുപാട് പുസ്തകങ്ങൾ പഠിച്ചു, ഒരുപാട് ആൾക്കാരെ കണ്ടു, പുതിയ കാര്യങ്ങൾ. ഈ പഠനങ്ങളൊക്കെ നടത്തുന്നത് പിന്നെ സർവീസിൽ ഇരുന്നാണ് അധികം കാര്യങ്ങൾ പഠിച്ചത്. പിന്നീട് അതിന്റെ പ്രയോജനപ്പെടുത്തുന്നത് ഞാൻ ഇപ്പോൾ എന്താ വെച്ചാൽ ഞാനും എന്റെ പ്രവർത്തന മേഖലകളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ അടുത്ത കാലത്താണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എൻ്റെ വിദ്യാഭ്യാസം, ആരോഗ്യം, അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും എൻ്റെ യൂട്യൂബ് ചാനലിൽ, പ്രത്യേകിച്ച് ഉറുദു മേഖലയിൽ അല്ലാമ ഇക്ബാലിൻ്റെയും മിർസ ഗാലിബിൻ്റെയും ഒക്കെ ദർശനങ്ങൾ, അതിൻ്റെ കവിതയുടെ വ്യാഖ്യാനങ്ങൾ, അതും ഞാൻ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ലോക്ക്ഡൗൺ സമയത്ത് ഈ ഉറുദു കാവ്യ ലോകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു ടാസ്ക് ആയിട്ട് എടുത്തത് ഒരു ദിവസം ഒരു ഉറുദു കവിത എന്ന രീതിയിൽ ഒരു 100-150ഓളം കവിത ഞാൻ ആദ്യം കവിത ചെയ്ത വലിയ കവിതകൾ ഞാൻ എഴുതാൻ എനിക്ക് കഴിഞ്ഞു. ഇതാണ് ഞങ്ങൾക്ക് ഈ അധ്യാപക ദിനത്തിൽ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ തന്നെ ഇതാണ്. അതായത് അധ്യാപക ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് അറിവുകൾ നേടാനും ഏറ്റവും വലിയ വിജയങ്ങൾ നേടാൻ കഴിയും എന്ന് തെളിയിക്കുക. അതോടൊപ്പം തന്നെ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഓരോ ദിവസം ഓരോ കവിതകൾ എന്ന ഒരു സംഗതി എഴുതിയത്, ഈ അധ്യാപക ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കവിതകൾ എഴുതിയതോ അതിന്റെ വരികളോ നമ്മുടെ കുട്ടികൾക്കും അധ്യാപകർക്കും വേണ്ടി? അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട കവിതകൾ ഇപ്പൊ ഇന്ന് എന്റെ ഒരു കവിത, അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട ഒരു കവിത ഇതിലിപ്പോ ഒരാള് ചെയ്തിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ടാണ് രചന നടത്തിയിട്ട് അതിന്റെ കവിത ഈ ഞാനൊന്ന് വെറുതെ 2 വരി കേൾവി. അപ്പോൾ നമ്മുടെ മാഷിന്റെ ഒരു കവിത കേട്ടു. അത് മാഷ് എഴുതിയ ഒരു കവിതയാണ്. അത് മാഷിന്റെ വായിൽ നിന്ന് 2 വരി കേൾക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. ഞാൻ ആ കവിതയല്ല, ഞാൻ നോക്കാം. വേറൊരു കവിത കൊറോണയുമായി ബന്ധപ്പെട്ട ഒരുപാട് 3-4 കവിത എഴുതിയിട്ടുണ്ട്. നമ്മുടെ COVID-19 ബന്ധപ്പെട്ട ചെറിയൊരു പ്രാർത്ഥന, ചെറിയൊരു കൊച്ചു കവിതയാണ്. ഇതും നമ്മൾ യൂട്യൂബിൽ കിട്ടും. ഞാനത് 2 വരിച്ചല്ല. നിക്കലോന ബേനക്കാവ് എന്നാണ് ആ കവിതയുടെ ഒരു ടൈറ്റിൽ. മുഖംമൂടി ഇല്ലാതെ, മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങരുത്. ഞാനൊന്ന് ചെല്ലാം. കൊറോണ ഖുദായാ इस कहर से हमको बचा ले खुदाया, ये कैसी वबा है कोरोना खुदाया, इस कहर से हमको बचा ले खुदाया, मशरिक़ व मग़रिब सारे जहां में, यहाँ हर जगह है आगो फुआ में, न कोई है हंसता न घर से निकलता, खामोशी में डूबी है सारी है दुनिया, अमीरों गरीबों
आओ झोंपड़ों में, दिया दर से उखुवत कोरोना जहां में, एक ऐसी वबा है कोरोना खुदाया, इस कहर से हमको बचा ले खुदाയ. അങ്ങനെ സാർ വളരെ മനോഹരമായി ഈ എന്താ പറയുക കാലഘട്ടത്തിന് അനുസൃതമായ ഒരു കവിതയായിരുന്നു. അതേപോലെ നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ശരിക്കും അധ്യാപക ദിനമാണ്. അധ്യാപക ദിനത്തിൽ നമുക്ക് അധ്യാപകർക്ക് ഞങ്ങൾക്ക് പുതിയ തലമുറയ്ക്ക് ഉറുദു ഭാഷയുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് തരാനുള്ള നിർദ്ദേശങ്ങൾ പറയണം. അതിന് തൊട്ടു മുന്നേ മറ്റൊരു കാര്യം, ഞങ്ങൾ എപ്പോഴും ആകാംക്ഷയോടെ ഞങ്ങൾ ഉറുദു അധ്യാപകർ ഉള്ളിൽ കരുതുന്ന ഒരു സംഗതിയാണ്, ഹിന്ദി സിനിമകൾ ശരിക്കും പറഞ്ഞാൽ അത് ഹിന്ദിയല്ല ഉറുദു ആണ് എന്നൊരു ടോക്ക് ഉണ്ട്. അതിലെന്തെങ്കിലും സത്യങ്ങളുണ്ടോ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് മറ്റ് ഉറുദു അധ്യാപകരോട്, പ്രത്യേകിച്ച് ഉറുദു അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ അധ്യാപകരോടും പറയാനുള്ളതാണ്, അധ്യാപകൻ എന്താണ് ഒരു സർട്ടിഫിക്കറ്റുമായി ഒരു BEd ട്രെയിനിങ് പൂർത്തിയാക്കി അധ്യാപന വൃത്തിയിലേക്ക് ഏർപ്പെടുന്നതോടുകൂടി തൻ്റെ പഠനകാലം അവസാനിക്കുകയാണ്. പുതിയ തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അധ്യാപകൻ എന്നും ഒരു വിദ്യാർത്ഥിയാവുക എന്നുള്ളതാണ് ചെയ്യാൻ. പ്രത്യേകിച്ച് ഉറുദു അധ്യാപകർക്ക്, ഭാഷാ അധ്യാപകർക്ക് നമുക്ക് തുറന്ന് സമ്മതിക്കേണ്ട കാര്യം, ഉറുദു അധ്യാപകർ മാത്രമല്ല ഏത് ഭാഷാ അധ്യാപകർക്കും ഭാഷ അറിയില്ല എന്ന ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുത ഉറുദു അധ്യാപകർ മാത്രമല്ല എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ള ഇതിൻ്റെ ഭാഷ പഠിക്കാനുള്ള സിറ്റുവേഷൻ, അനുഭവമായ പരിസരം ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അത് ഒരു അധ്യാപകനായിട്ട് ഏതായാലും നമ്മൾ നിയോഗിക്കപ്പെട്ടു എങ്കിൽ നമ്മൾ ഈ ഭാഷയിൽ ഉള്ള പ്രാവീണ്യം ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ മാക്സിമം ഉപയോഗിക്കാൻ കഴിയും. കേരളത്തിൽ പുറത്ത് എവിടെ പോയാലും ഉറുദുവിൻ്റെതായ പരിസരം നമുക്കുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപാട് പരിസരങ്ങളുണ്ട്. അപ്പോൾ അത് പഠിക്കാനുള്ള നിരന്തരമായിട്ടുള്ള ശ്രമം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കേൾക്കാൻ ഒരുപാട് മുമ്പ് ഈ സോഷ്യൽ മീഡിയയിൽ ഫിലിമാണെങ്കിലും അത് ഗസലാണെങ്കിലും ഒക്കെ കേൾക്കാൻ നമുക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഏത് ഡിസ്കോഴ്സ്, ഏത് മേഖലയാണെങ്കിലും പ്രസംഗം കേൾക്കാനും പാട്ട് കേൾക്കാനും കവിത കേൾക്കാനും ഒക്കെ ഉറുദുവിൽ നിരന്തരമായിട്ടുള്ള അവസരങ്ങളൊക്കെ കുറച്ച് സമയം, ഒരു ദിവസത്തിന്റെ കുറച്ച് സമയം പോലും ഈ ഭാഷ പഠിക്കാൻ വേണ്ടി വിനിയോഗിച്ചാൽ, അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി നമ്മുടെ പ്രൊഫഷനിൽ വിജയിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മൾ വലിയൊരു മികച്ച അധ്യാപകനാകും. എന്നും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് അധ്യാപകർക്കോട് പറയാനുള്ളത്. അപ്പൊ സർ, ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹിന്ദി സിനിമകളൊക്കെ ഉറുദു ആണ് എന്നുള്ളൊരു ടോക്ക് ഉണ്ട്, അതിന്റെ ഒരു സത്യാവസ്ഥ? സത്യത്തിൽ ഹിന്ദി ഫിലിം എന്നാണ് നമ്മൾ ഇത് കേൾക്കുക. സത്യത്തില് ഹിന്ദി ഉറുദു തമ്മിൽ എന്താണ് വ്യത്യാസം, ഇത് ഒന്ന് തന്നെയല്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ഹിന്ദി ഫിലിമില് ലോകത്തേക്ക് പോവുക. ഈ ഉറുദു ഭാഷയുടെ ഒരു ചരിത്രമുണ്ട്, ഹിന്ദുസ്ഥാനി, ഹിന്ദി, ഹിന്ദവി, രേഖ, അങ്ങനെ ഹിന്ദുസ്ഥാനിയാണ് സത്യത്തിൽ ഒരു ഭാഷ. വളരെ ബോധപൂർവമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് രണ്ടായി നിൽക്കുന്നത്, ഹിന്ദി ആയിട്ടും ഉറുദു ആയിട്ടും. വാസ്തവത്തിൽ ഹിന്ദുസ്ഥാനി എന്ന ഭാഷ മനോഹരമായിട്ടുള്ള ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുസ്ഥാനിയാണ് ശരിക്കും ഉറുദു. ആ ഉറുദു ഭാഷയാണ് ഇന്ത്യയിലെ ജനഹൃദയങ്ങളുടെ ഭാഷ. നേരെ മറിച്ച് സംസ്കൃതവൽക്കരിച്ച ഒരു ഹിന്ദിയല്ല, പേർഷ്യൻ കലർന്ന ഉറുദു അല്ല, ഇതിന്റെ ഇടയ്ക്കാണ് ഉറുദു ഉള്ളത്. അതായത് പേർഷ്യൻ കലർത്തിക്കൊണ്ട് ഈ ഭാഷയെ അന്യവൽക്കരിക്കാനുള്ള ശ്രമം ഉറുദു ആൾക്കാർ നടത്തുന്നു. സംസ്കൃതവൽക്കരിച്ചുകൊണ്ട് ഇതിനെ അന്യപ്പെടുത്താനുള്ള ശ്രമം ഹിന്ദി പക്ഷപാതികൾ നടത്തുന്നു. ഇതിന്റെ ഇടയിലാണ് ഹിന്ദുസ്ഥാനി ഉള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ഭാഷ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പ്രേംചന്ദ് എഴുതിയത് നവാബ് റായ് എന്ന തൂലിക എന്ന അദ്ദേഹത്തിന്റെ കൃതികൾ മുഴുവൻ ഉറുദുവിലാണ് എഴുതിയത്. പിന്നീടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് അത് സ്ക്രിപ്റ്റ് പ്രേംചന്ദ് നവാബ് റായ് ആയിരുന്നു. അപ്പൊ ഹിന്ദി ഫിലിം എടുക്കുക, ഷോലെ, ലാവാരിസ്, മുഖദ്ദർ കാ സിക്കന്ദർ, ഹിന്ദി ഫിലിം, അതിന്റെ സ്ക്രിപ്റ്റ്, ഡയലോഗ് എല്ലാം ഉറുദു ആണ്. അതിന്റെ പേര് പോലും, ഒരു ഫിലിമിന്റെ പേര് നിങ്ങൾ കേട്ടാൽ അത് ഉറുദുവിന്റെ പേര്, ഇംഗ്ലീഷിൽ പേര് കാണിക്കുന്നു, ഉറുദു പേര് കാണിക്കുന്നു. എല്ലാ ഫിലിമിലും ഉണ്ടായത് അതിന് പാട്ടുകൾ ഉറുദു ആയിരിക്കും, ഡയലോഗ് ഉറുദു ആയിരിക്കും, എല്ലാം ഉറുദു ആണ്. അപ്പോൾ സത്യത്തിൽ ഈ ഭാഷ ഇന്ത്യയിലെ മുഴുവൻ ജനഹൃദയങ്ങളിലുള്ള ഭാഷ ഉറുദു ആണ്. നേരെ മറിച്ച് അത് സംസ്കൃതവൽക്കരിച്ച് പാടിയാൽ അതൊരു ഭാഷ ഇല്ലാതായി പോകും. അത് പേർഷ്യൻ കലർത്തി പേർഷ്യൻ കലർത്തിയാൽ അതും ഹിന്ദുസ്ഥാനി അല്ലാതായി മാറും. അപ്പോൾ ഉദാഹരണമായിട്ട് ദിൽ കെ അർമ ആസുവോമേ ബഹ്ഗേ എന്നൊരു പാട്ട് നിക്കാഹ് എന്ന ഫിലിമിൽ, ദിൽ ഹൃദയം, ദിൽ കെ അർമാൻ, അർമാൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹം നടത്തും, ആസു എന്ന് പറഞ്ഞാൽ കണ്ണുനീർ. അപ്പൊ ദിൽ കെ ആസുവോ മേ ബഹ് ഗേ, അത്
സുഖമുണ്ട്. നേരെ മറിച്ച് അത് സംസ്കൃതത്തിൽ ഹൃദയക്ക് ആഗ്രഹ് നേത്ര നീർമേ ബഹുഗേ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്തോ ആയി പോകും, അത് ഭാഷേന്റെ സൗന്ദര്യം എന്തായി പോകും. അപ്പൊ അങ്ങനെ ഒരു ഭാഷയില്ല. അത് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് രണ്ടാക്കാനുള്ള ശ്രമം. വാസ്തവത്തിൽ നമ്മുടെ ദേശീയ നേതാക്കന്മാർ, ഗാന്ധിജി ആണെങ്കിലും നെഹ്റു ആണെങ്കിലും എല്ലാവരും ഉപയോഗിച്ചത് ഹിന്ദുസ്ഥാനിയാണ്. അവർ അതിനു വേണ്ടിയാണ് നിലകൊണ്ടത്. അതാണ് കേരളത്തിൽ വേണ്ടത്. അത് പഠിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഏറ്റവും സുന്ദരമായ സംഗീതത്തിന്റെ ഭാഷ ഈ ഉറുദു. ഞങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ തലമുറയ്ക്ക്, പുതിയ അധ്യാപകർക്ക്, പുതിയ തലമുറക്ക് കൊടുക്കാൻ എന്തൊക്കെ പുതിയ സാഹചര്യത്തിൽ കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ ഒന്ന് ലളിതമായിട്ടൊന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊന്ന് അവസാനിപ്പിക്കാം. ഉറുദു അധ്യാപകർ ഇന്ന് പുതിയ വരുന്ന അധ്യാപകരുടെ എനിക്ക് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, അവര് വളരെ സ്മാർട്ടാണ്, എല്ലാ രംഗത്തും വളരെ ഉഷാറാണ്. പക്ഷെ അവരുടെ ഉറുദു ഭാഷയിൽ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു സാഹചര്യം അവർക്ക് വ്യവസ്ഥാപിതമായ ഉറുദു കോളേജുകൾ ഇല്ലാത്ത, അഫിലിയേറ്റഡ് കോളേജ് ഇല്ലാത്ത ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളുകളിൽ +2 ഒക്കെ എടുത്ത ആളുകൾക്ക് ഇപ്പോൾ ഉറുദു ട്രെയിനിങ് കോളേജിൽ ചേരാനുള്ള പുതിയ അവസരമുണ്ട്. ഡിപ്ലോമ ഇൻ മലപ്പുറത്തും കോഴിക്കോട്. അപ്പൊ അവര് ഉറുദു ഈ 2 വർഷം കൊണ്ട് മാത്രമല്ല, അവർ ഉറുദു ഭാഷ കാര്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരുപാട് അവസരങ്ങൾ അവർക്ക് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ, യൂട്യൂബിലും ഒക്കെ ഒരുപാട് പഠിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് കിട്ടും. പിന്നീട് അവർ എന്താ വെച്ചാൽ ഒരു മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് ഇപ്പം ഒരുപാട് നാഷണൽ കൗൺസിൽ ഫോർ പ്രൊമോഷൻ ഓഫ് ഉറുദു എന്ന് പറഞ്ഞത് എത്ര ആൾക്കാർക്ക് അറിയാൻ നിങ്ങൾക്ക് അറിയില്ല. കാരണം അവരൊക്കെ കോടിക്കണക്കിന് രൂപ ഉറുദുവിന്റെ പ്രൊമോഷന് വേണ്ടി ചെലവാക്കുന്നുണ്ട്. തൊട്ടടുത്ത സംസ്ഥാനമായിട്ട് ആന്ധ്രാപ്രദേശ് ചെന്നാൽ നാഷണൽ ഉറുദു, മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി, അത് കണ്ടവർ എത്ര ആൾക്കാരുണ്ട്. അവിടെ അങ്ങനെയൊക്കെ യാത്രകൾ നടത്തി ഉറുദു ഭാഷയുടെ കഴിവ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാക്കുക എന്നുള്ളത് ഉറുദു അധ്യാപകർക്ക് ഏറ്റവും വലിയൊരു ആവശ്യമാണ്. അത് അവിടെയാണ് പരിമിതി ഉള്ളത്. കാരണം പുതിയ തലമുറയിൽ, പഴയ തലമുറയിൽ അത് വേണ്ട ഒരുപാട് കഴിവുള്ള പല മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ തലമുറയിൽ അത് വേണ്ടത്ര ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. നമുക്ക് പരിഹരിക്കാൻ നമുക്ക് മാർഗം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് അഞ്ജുമൻ തർക്കി ഉറുദു എന്ന സംഘടനയുണ്ട്. അതുപോലെ തന്നെ കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അതിന്റെ അക്കാദമിക് വിങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള ഭാഷ അധ്യാപകരെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ അവരെ ശാക്തീകരിക്കാൻ, അത് SCRT ട്രെയിനിങ് നടക്കുന്നത് ഈ ട്രെയിനിങ് മേഖലയിലെ പുതിയ കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ട്രെയിനിങ്, ഭാഷയുടെ എംപവർമെന്റ് നടത്തേണ്ടത് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അത് നമ്മളിൽ ഉണ്ടാവേണ്ട കാര്യം. അതിനുവേണ്ടി അഞ്ജുമൻ തർക്കി ഉറുദു ആണെങ്കിലും അതുപോലെ കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ പോലത്തെ ബന്ധപ്പെട്ട സംഘടനകൾ നിലവിലുള്ള അധ്യാപകരെ ശാക്തീകരിക്കാൻ വേണ്ടിയുള്ള കോഴ്സുകളും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ പ്രോഗ്രാമുകളൊക്കെ വെച്ച് എഡ്യൂക്കേഷൻ ടൂറുകൾ, ഇന്ററാക്ഷൻ, ഒരു യാത്ര നടത്തിയാൽ ഏറ്റവും എഫക്റ്റീവാണ്. ഒരു 10 ദിവസം യാത്ര നടക്കുന്നത് ഇത്രയോ എഫക്റ്റീവാണ്. ഒരുപാട് നമ്മൾ ഭാഷ സംസാരിക്കുന്ന സമൂഹവുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുമല്ലോ. നമ്മുടെ തൊട്ടടുത്ത ഏത് സംസ്ഥാനങ്ങളിലേക്കോ, ആന്ധ്രാപ്രദേശിലേക്കോ മൈസൂർ എവിടെ പോയാലും നമുക്ക് ഇതിനുള്ള ഒരു പരിസരം കിട്ടുന്നു. അത് ഇവിടെ വേണ്ടത്ര കിട്ടുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ നമുക്കൊരു ദുര്യോഗമുള്ളത്. ഇപ്പൊ അടുത്ത കാലത്ത് ഈ ബംഗാളികൾ മറ്റൊക്കെ വന്നെങ്കിലും പക്ഷെ അവര് വേണ്ടത്ര ഉറുദുവിൽ പ്രാവീണ്യമുള്ളവരല്ല, ഭൗതിക വിദ്യാഭ്യാസമുള്ളവരല്ല. അങ്ങനെയുള്ള ഒരു സമൂഹം മറ്റുള്ളവർക്ക് പോയാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാക്സിമം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് കേരളത്തിലെ അധ്യാപകർക്ക് ചെയ്യാനുള്ളത്. അപ്പം ഇത്രയും സമയം നമ്മളോട് സഹകരിച്ച, നമ്മളോട് സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട അമീർ സാറിനെ നമ്മൾ KUTAയുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും നമ്മൾ അറിയിക്കുകയാണ്. ഇത് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു, ശുക്രിയ.